പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുവിൽ ഏറ്റവും പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഇന്നത്തെ വാഗ്ദത്ത വചനം, ദൈവം നമുക്ക് മുന്നേ പോയി വഴിയൊരുക്കുന്നു. നമുക്ക് വിജയം നേടുവാൻ എന്തൊക്കെ തടസ്സമുണ്ടോ ആ തടസ്സങ്ങൾ മാറ്റുന്നു. ദൈവത്തിൻ്റെ വലിയ കൃപയാൽ നമ്മെ ചേർത്ത് വയ്ക്കുന്നു. വചനഭാഗം യേശയ്യാപ്രവാചകന്റെ പുസ്തകം 45-ാം അധ്യായം 2-ാം വാക്യം ഇപ്രകാരം വായിക്കുന്നു: ഞാൻ നിനക്ക് മുമ്പേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചളവാതിലുകൾ തകർക്കുകയും ഇരുമ്പ് ഓടാമ്പലുകൾ ഒടിക്കുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. 3 കാര്യമാണ് പ്രിയമുള്ളവരെ ഈ വചനത്തോട് വെളിപ്പെടുത്തുന്നു. ഒന്ന്, കർത്താവ് നമുക്ക് മുന്നേ പോകും. രണ്ടാമത്, കർത്താവ് നമുക്ക് വേണ്ടി വഴിയൊരുക്കും. മൂന്നാമത്, എല്ലാ തടസ്സങ്ങളും മാറ്റി കർത്താവ് അനുഗ്രഹിക്കും. പ്രൈസ് ദി ലോർഡ്. മറക്കരുത് പ്രിയമുള്ളവരെ, ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഏതൊക്കെ കാര്യങ്ങൾ വിജയമായി മാറണമോ, പരീക്ഷയായിരിക്കാം, ഏതായിക്കോട്ടെ, കർത്താവ് പറയുന്നു നമുക്ക് മുന്നേ പോയി നമ്മുടെ യാത്ര സുഗമമാക്കാൻ വേണ്ടി വഴിയൊരുക്കി കർത്താവ് നമ്മെ അനുഗ്രഹിക്കും. ഒരു തടസ്സവും നമ്മുടെ മുന്നിൽ നിൽക്കില്ല. എങ്കിൽ പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്ത കൂടാരത്തിലേക്ക് നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിക്കാം. എത്രമാത്രം തകർക്കാൻ പറ്റാത്ത അവസ്ഥയാണോ, വിജയിക്കാൻ പറ്റാത്ത അവസ്ഥയാണോ, ഇന്ന് കർത്താവ് നിനക്ക് വേണ്ടി വിജയമൊരുക്കി അനുഗ്രഹിക്കും. നിയോഗങ്ങൾ സമർപ്പിച്ചോളൂ. ഇത് നിങ്ങൾ സമർപ്പിച്ച നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളും അൽത്താരയിലേക്ക് അച്ഛൻ സമർപ്പിക്കുന്നു. മറക്കരുത്, നിന്റെ മുന്നിൽ ഒരു തടസ്സവും ഉണ്ടാകില്ല. എല്ലാ തടസ്സം മാറ്റി കർത്താവ് നിന്നെ അനുഗ്രഹിക്കും. അതുമാത്രമല്ല, കർത്താവ് മുന്നേ പോയി നിനക്ക് വേണ്ടി എല്ലാം ക്രമപ്പെടുത്തും. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ശുശ്രൂഷയെ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളുടെ ജീവിതത്തിലും എല്ലാ വഴികളും നേരെയാക്കി, തടസ്സങ്ങൾ മാറ്റി, കുന്നുകൾ നിരപ്പാക്കി അനുഗ്രഹത്തിൻ്റെ പാത ഈ മക്കളുടെ ജീവിതത്തിൽ നീ ഒരുക്കണമേ. അമ്മേ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം പ്രാർത്ഥിക്കണമേ. നമ്മുടെ കർത്താവായ ശംശാകൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഒരു നല്ല ദിവസം ആശംസിക്കുന്നു.